അള്ളാഹുവിൻ്റെ അടിമകളെ, സഹോദര സഹോദരിമാരെ, പടച്ച തമ്പുരാന് മാത്രം വഴിപ്പെട്ട് ജീവിക്കുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതല്ലാത്ത എന്തൊക്കെ തന്നെ ആര് സ്വീകരിച്ചാലും ഒരു രക്ഷയുമില്ല. അള്ളാഹു നമ്മയെല്ലാം കാക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഹസ്രത്ത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയുടെ ഉദാത്ത മാതൃകയെ സ്മരിച്ചുകൊണ്ടും പിൻപറ്റിക്കൊണ്ടും നമ്മുടെ മക്കൾ എന്താവണം എന്നായിരുന്നു കഴിഞ്ഞ ഖുതുബ. വിശിഷ്യ പരീക്ഷാ ഫലങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കെ ഇപ്പോൾ +2 റിസൾട്ടും വന്നു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് നമ്മുടെയൊക്കെ മക്കൾ നല്ല നിലയിൽ തന്നെ പാസ്സായിട്ടുണ്ട്. അള്ളാഹു അവർക്ക് നല്ല രീതിയിൽ മുന്നേറുവാനും ഭാവി കരുപ്പിടിപ്പിക്കുവാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ചിട്ടുള്ള വലിയ ആശങ്കയിലും പ്രതീക്ഷയിലുമാണുള്ളത്. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം, എല്ലാ മത്സര പരീക്ഷകളുടെയും മർമ്മം, കാതൽ, അത് ദൈവികതയാണ്, തഖ്വയാണ്. ഹസ്രത്ത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയുടെ ജീവിത രീതികൾ മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം നേരിട്ട എല്ലാ പരീക്ഷണങ്ങളെയും വിജയിച്ചത് തഖ്വയും ഈമാനിനെയും മുൻനിർത്തിയിട്ടായിരുന്നു. നമ്മുടെ എല്ലാ വായനകളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനം ഇതായിട്ട് മാറണം. ഇപ്പൊ നമ്മുടെ പത്രത്തിലൊക്കെ വായിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാന ചർച്ച നമ്മുടെ സുഗമമായ യാത്രക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള റോഡുകളെല്ലാം ചാറ്റൽ മഴക്ക് കുതിർന്ന് അടർന്നു വീഴുകയും വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. മധ്യ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് പലയിടങ്ങളിലും നമ്മൾ യാത്ര ചെയ്യാൻ വല്ലാതെ ഭയപ്പെടുകയാണ്. ഇതൊക്കെ നിർമ്മിച്ചതും ഉണ്ടാക്കിയതുമൊക്കെ വല്ലാതെ ശാസ്ത്രം പഠിച്ചിട്ട് അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ പാകപ്പിഴവുകൾ മാത്രമാണോ? അവരെ അവിടെ സ്വാധീനിച്ച് അവരുടെ ആ വിദ്യയും അവർ നേടിയ ആ കൈക്കരുത്തും ഉപയോഗപ്പെടുത്തുന്നിടത്ത് എവിടെയാണ് അവർക്ക് അബദ്ധം സംഭവിച്ചത്? അവിടെ അഴിമതി നടന്നിട്ടില്ലേ? പല ക്രമക്കേടുകളും അവിടെ സംഭവിച്ചിട്ടില്ലേ? ഉണ്ടോ ഇല്ലേ? അല്ലാഹു അഅലം. പക്ഷേ പൊതുവിലുള്ള നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തെറ്റായ ചില നടപടിക്രമങ്ങൾ അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുവെങ്കിൽ നമ്മൾ എത്ര അത്യുന്നതിയിലേക്ക് പഠിച്ചാലും ഇപ്പോൾ തന്നെ പല അത്യുന്നതിയിൽ നിൽക്കുന്നവരാണല്ലോ. ആരാണ് ഇവിടെ ആറ്റം ബോംബ് കണ്ടുപിടിച്ചത്? ലോകത്തെ നശിപ്പിക്കാനുള്ള നശീകരണങ്ങൾ കണ്ടുപിടിക്കുന്നത്? ഇവിടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളിൽ മലിനീകരണങ്ങൾ വരുത്തുന്നത് ആരാണ്? വിഷാംശങ്ങൾ തെളിക്കുന്നത് ആരാണ്? വിദ്യ നേടിയവരാണ്. നമ്മളെ തന്നെ നശിപ്പിക്കാൻ ഡോക്ടർമാര് തന്നെ നമ്മുടെ അവയവങ്ങൾ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ സുരക്ഷ നൽകേണ്ടുന്ന ഡോക്ടർമാര്. അങ്ങനെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ വളരെ ഉയർന്ന നിലവിലെത്തുമ്പോൾ പോലും ഇതൊന്നും നമ്മുടെ ശാശ്വതമായ ജീവിതത്തിന്റെ സമാധാനത്തിന് ഉതകുന്നില്ല. നമ്മൾ എന്ത് നേട്ടം കൈവരിക്കുമ്പോഴും അതിനപ്പുറം ഒരു ആശങ്കയുടെ നിഴലിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, തന്റെ നാഥന്റെ കെയർ ഓഫിൽ നിന്നുകൊണ്ടുള്ള ആ ദൈവിക ബോധത്തിലുള്ള നമ്മുടെ പഠനങ്ങൾ. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർറആഉ ഇസ്തഗ്നാ. ഇതില്ലെങ്കിൽ നമ്മളെ തെറ്റായ ധിക്കാരികളാക്കി മാറ്റും, നമ്മളെ അക്രമകാരികളാക്കി മാറ്റും. കഴിഞ്ഞ ഖുതുബയുടെ കാതൽ ഇതായിരുന്നു. സൂറത്തുൽ മാഇദയിലെ
27-ാമത്തെ ആയത്തിനെ മുൻനിർത്തിയിട്ടാണ് കഴിഞ്ഞ ഖുതുബയും തുടങ്ങിയിട്ടുള്ളത്, ഈ ആഴ്ചയിലെ ഖുതുബയും മുഖദ്ദിമയിൽ തുടങ്ങിയിട്ടുള്ളത്. ആദം നബി അലൈഹിസ്സലാമയുടെ 2 മക്കളുടെ ജീവിത പരീക്ഷണങ്ങളെ കുറിച്ച്, ജീവിത മത്സരത്തെ മുൻനിർത്തിയിട്ടുള്ള കഥാപാഠമാണ് സൂറത്തുൽ മാഇദയിലെ 27-ാമത്തെ ആയത്ത്. ആദം ഹവ്വ ദമ്പതികൾക്ക് ആദ്യ പ്രസവത്തിൽ ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞുമാണ് പിറക്കുന്നത്. 2-ാമത്തെ പ്രസവത്തിലും ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞുമാണ് പ്രസവിക്കുന്നത്. അന്ന് അങ്ങനെയായിരുന്നു പ്രസവം നടക്കാനുള്ള സംവിധാനം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. കാരണം മനുഷ്യ സന്താന പരമ്പരകൾ വളർന്നിട്ടില്ല, വികസിച്ചിട്ടില്ല, ജനവാസ മേഖലയൊന്നും ശക്തിപ്പെട്ടിട്ട് തന്നെയില്ല. ആദം നബിയും ഹവ്വ ബീവിയും മാത്രമേ ഉള്ളൂ. അന്നത്തെ ശരീഅത്തനുസരിച്ചിട്ട് ആദ്യത്തെ പ്രസവത്തിലെ മക്കള്, ഒരു ആണും പെണ്ണുമാണല്ലോ ജനിക്കുന്നത്, അവര് 2-ാമത്തെ പ്രസവത്തിലെ ആണിനെയും പെണ്ണിനെയും വിവാഹം കഴിക്കണം. അത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്. ആദ്യത്തെ പ്രസവത്തിലെ ആണ് പെണ്ണ്, 2-ാമത്തെ പ്രസവത്തിലെ ആണ് പെണ്ണ്, 3-ാമത്തെ പ്രസവത്തിലെ ആണ് പെണ്ണ്, അങ്ങനെ മനുഷ്യകുലം വികസിക്കുന്നിടത്തേക്ക്, വളരുന്നിടത്തേക്ക് വരെ അങ്ങനെയാണ് നടന്നതെന്നാണ്. അപ്പോ ആദ്യത്തെ പ്രസവത്തിലെ മക്കൾ, നമ്മൾ സാധാരണ ഇപ്പോ സഹോദരന്മാർ തമ്മിൽ ഇസ്ലാമിക ശരീഅത്തനുസരിച്ചിട്ട് വിവാഹം കഴിക്കാൻ പാടില്ല. പക്ഷെ അന്നത്തെ ശരീഅത്തനുസരിച്ചിട്ട് അങ്ങനെ വിവാഹം കഴിച്ചാലേ സന്താനോൽപാദനം നിലനിൽക്കുകയുള്ളൂ, മനുഷ്യന്മാരുണ്ടാവുകയുള്ളൂ. മനുഷ്യന്മാരുടെ ജനനത്തിന്, മനുഷ്യകുലത്തിന്റെ വികാസത്തിന് വിവാഹം എന്ന ഒരു ഉപാധി ഇസ്ലാം വെച്ചിട്ടുണ്ട്. ആ ഉപാധി നടക്കുന്നത് ഇങ്ങനെയാണ്. ഇന്നത്തെ പുതിയ ലിബറൽ കാലഘട്ടത്തിൽ ആർക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അമ്മയെപ്പോലും വേൾക്കാമെന്നിടത്ത് സഹോദരനെന്നോ സഹോദരിയെന്നോ അമ്മയെന്നോ രക്തബന്ധുക്കളോ എന്നുപോലും പ്രസക്തമല്ലാത്ത ഒരു ലിബറൽ ഇസ്ലാം വിരുദ്ധ, പ്രകൃതി വിരുദ്ധ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ വിഷയത്തെ അഭിമുഖീകരിക്കാൻ. എന്തുമാകട്ടെ, അങ്ങനെ ആദ്യത്തെ പ്രസവത്തില് 2 മക്കള്, അതിൽ ഒന്ന് ഇക്ലിമ എന്ന് പറയുന്ന പെണ്ണും കാബേൽ എന്ന് പറയുന്ന പുരുഷനും. 2-ാമത്തെ പ്രസവത്തില് ലൂത്ത എന്ന് പറയുന്ന പെൺകുട്ടിയും ഹാബേൽ എന്ന് പറയുന്ന പുരുഷനും. അപ്പൊ മുലകുടി ഒറ്റ പ്രസവത്തിലെ ഒറ്റ പ്രസവത്തിലെ 2 മക്കൾ, അവര് വിവാഹം കഴിക്കാൻ പാടില്ല. കാരണം അവർക്ക് മുലകുടി ബന്ധം അവർക്കുണ്ട്. അപ്പൊ മുലകുടി ബന്ധമില്ലാത്ത പ്രസവിച്ച ഒരേ മാതാപിതാക്കളുടെ മക്കൾ തന്നെ വിവാഹം കഴിക്കുകയാണ്. അപ്പൊ നിയമപ്രകാരം ആദ്യത്തെ പ്രസവത്തിലെ ഹാബേൽ എന്ന പുരുഷൻ 2-ാമത്തെ പ്രസവത്തിലെ ലൂത്തയെ ആണ് വിവാഹം കഴിക്കേണ്ടത്. ആദ്യത്തെ പ്രസവത്തിലെ ഇക്ലിമയെ വിവാഹം കഴിക്കേണ്ടത് 2-ാമത്തെ പ്രസവത്തിലെ ഹാബേലാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം, കാബേലിന് ലൂത്തയെ ഇഷ്ടപ്പെട്ടില്ല. ലൂത്തയേക്കാൾ കുറച്ചുകൂടി സുന്ദരിയായിരുന്നു തന്നോടൊപ്പം ഉദരത്തിൽ ജീവിച്ച് പ്രസവിച്ച ഇക്ലിമ. കാബേൽ നിർബന്ധം പിടിച്ചു, എനിക്ക് ഇക്ലിമയെ തന്നെ വിവാഹം കഴിച്ചാൽ മതി. ആദം നബി അലൈഹിസ്സലാം ഒരു പോംവഴി നിശ്ചയിച്ചു. നിങ്ങൾ 2 പേരും ആ കാണുന്ന ആ മലയുടെ മുകളിൽ പോയിട്ട് അള്ളാഹുവിൽ ഒരു നേർച്ച നേരണം, ഒരു ബലി നടത്തണം, ഒരു വഴിപാട് നടത്തണം. കാബേൽ കർഷകനായിരുന്നു, ഹാബേൽ ആട്ടിടയനായിരുന്നു. ആട്ടിടയനായ ഹാബേൽ തന്റെ ആടിൽ ഏറ്റവും ഗുണമേന്മയുള്ള നല്ല ഒരു ആടിനെ തന്നെ അള്ളാഹുടെ പേരിൽ കൊണ്ട് വഴിപാട് നടത്തി. എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചാൽ മതി എന്നുള്ള ആ ഒരു ഇതിൽ മാത്രം, ചിന്തയിൽ മാത്രം നിൽക്കുന്ന ഈ വഴിപാടിനെ കുറിച്ചൊന്നും കാബേൽ അത്രയ്ക്ക് ശ്രദ്ധ കൊടുത്തില്ല. ആ സമയമായപ്പോൾ ഏതോ കുറച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ട് വഴിപാട് കൊടുത്തു. അള്ളാഹു കാബേലിന്റെ വഴിപാടിനെ സ്വീകരിച്ചില്ല. കാരണം അത് ഗുണമേന്മ കുറഞ്ഞതായിരുന്നു. ഹാബേലിന്റെ ആടിനെ സ്വീകരിച്ചു. അത് വളരെ ഉന്നത നിലവാരം പുലർത്തിയ ഗുണമേന്മയുള്ളതായിരുന്നു. ഇതാണ് കഥ. അങ്ങനെ ഇക്ലിമയെ ഹാബേലിന് ആണ് ലഭിക്കുക എന്ന ഈ മത്സര പരീക്ഷയിലെ റിസൾട്ട് അനുസരിച്ചിട്ട് ഇക്ലിമ എന്ന സുന്ദരിയായ കാബേലിനോടൊപ്പം പിറന്ന പെൺകൊച്ചിനെ
ഹാബേലിന് വിവാഹം കഴിക്കാൻ തീരുമാനമായി. ഇതിൽ കലിമൂട ഹാബേൽ എന്ത് ചെയ്തു? കാബേൽ എന്ത് ചെയ്തു? ഹാബേലിനെ വധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കൊന്നു കളഞ്ഞു. ഈ ഒരു ഖുർആനികമായ വർത്തമാനത്തിന്റെ കഥാഭാഗം ഇത്രത്തോളം ഒന്നും വിശദീകരിച്ചുകൊണ്ട് ഖുർആനിൽ പറയുന്നില്ലെങ്കിലും മുഫസ്സിരീങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ മർമ്മം എല്ലാ മത്സരങ്ങളുടെയും അടിത്തറ എങ്ങനെയെങ്കിലും ജയിച്ച് ഉന്നതിയിൽ എത്തുക എന്നല്ല. ഇന്നമാ യതഖബ്ബലല്ലാഹു മിനൽ മുത്തഖീൻ. ഇപ്പൊ തന്നെ നമ്മുടെ ഇവിടെ നടക്കുന്ന IAS പരീക്ഷകളിൽ, നീറ്റ് എക്സാമുകളിലൊക്കെ ക്രമക്കേടുകൾ നടക്കുന്നില്ലേ? കേരളത്തിന് പുറത്തുള്ള വാട്സപ്പുകൾ നമ്മൾ കണ്ടില്ലേ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ മുൻകൂർ തന്നെ ചോദ്യം ഇതാണ് എന്നും അതിന്റെ ഉത്തരം ഇതാണ് എന്നും പറഞ്ഞു കൊടുക്കുന്നു. എക്സാം നടക്കുന്നിടത്ത് പരസ്യമായി ചോദ്യത്തിന്റെ ആൻസറിങ് അപ്പ തന്നെ അവിടുത്തെ നോക്കാനുള്ള അവിടുത്തെ ഉത്തരവാദിത്തമുള്ളവർ പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഇവരാണ് ഇവിടുത്തെ ഔന്നിത്യം വാങ്ങിക്കൊണ്ട് ഏറ്റവും ഉയർന്ന നിലവാരം മികവ് പുലർത്തുന്നവർ എന്ന് വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയുടെ ആ അവാർഡുകളുടെയും മാർക്ക് ദാനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനം എത്ര ഉണ്ട് എന്ന് നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കി. ഞാനതിനെ കുറ്റപ്പെടുത്തുകയല്ല. ഇതിനിടയിലാണ് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച പാവപ്പെട്ടവന് അർഹമായ അംഗീകാരവും പഠിക്കാനും കഴിയാതെ പോകുന്നത് എന്ന നമ്മുടെ വിദ്യാഭ്യാസ നയത്തിന്റെ തെറ്റായ നയങ്ങളെ തിരുത്തണം എന്ന് നമ്മളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും മനുഷ്യന്റെ ആരംഭകാലം മുതൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ, തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹക്കും ബാത്തിലും തമ്മിൽ സംഘട്ടനങ്ങൾ നടത്തിയിട്ടുണ്ട്, സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ നൂഹ് നബിയും പുത്രനും തമ്മിൽ അല്ലേ, ബാപ്പയും മക്കളും നമ്മൾ എപ്പോഴും ആശയുടെയും ആശങ്കയുടെയും ഒരു ജീവിതഘട്ടം, അവിടെ ഒരു മാത്സര്യ സ്വഭാവം മനുഷ്യാരംഭം മുതൽ, ആദം നബിയുടെ പുത്രന്മാർ മുതൽ അവിടെ നിന്നിങ്ങോട്ട് നൂഹ് നബിയുടെ പുത്രനും നൂഹ് നബിയും തമ്മിൽ, ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിന്റെ പിതാവായ ആസറും തമ്മിൽ കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിഗ്രഹ വ്യാപാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഏറ്റെടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ വലിയ ബ്രാഹ്മണ പുരോഹിതനായിരുന്നു. ആ പൗരോഹിത്യ സ്ഥാനങ്ങളൊക്കെ വഹിച്ച് ഉന്നതിയിലെത്തേണ്ടുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം പിതാവിന്റെ തെറ്റായ നടപടികളോട് സംവാദത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. യൂസഫ് നബി അലൈഹിസ്സലാമയുടെ സഹോദരങ്ങൾ, ആ 11 സഹോദരന്മാരിൽ കേട്ടിട്ടില്ലേ യാക്കൂബ് നബി അലൈഹിസ്സലാമയുമായി? അപ്പൊ ഇങ്ങനെ ഹക്കും ബാത്തിലും ശരി തെറ്റുകൾ തെരഞ്ഞെടുക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ കാലഘട്ടത്തിലെയും വാപ്പയും മക്കളും തമ്മിൽ, രക്ഷകർത്താക്കളും മക്കളും തമ്മിൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളും ആശകളും പ്രതീക്ഷകളും ഒക്കെ നിലനിന്ന് പോന്നിട്ടുണ്ട്. ഇവിടെ ഇതെല്ലാത്തിന്റെയും അടിസ്ഥാനം എന്തായി മാറണം? ഇന്നമാ യതഖബ്ബലല്ലാഹു മിനൽ മുത്തഖീൻ. നമ്മുടെ മാത്സര്യങ്ങളുടെ, നമ്മുടെ പരീക്ഷകളുടെ അടിസ്ഥാന വിജയം എന്ന് പറയുന്നത് അത് ദൈവികമായ തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് മാറണം. ഹസ്രത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരമക്കളായ ഹസൻ റളിയല്ലാഹു അൻഹു അവരെ ഇങ്ങനെ വല്ലാതെ നെഞ്ചോട് ചേർത്ത് അമർത്ത് പിടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങൾ പറയുന്നു. അൽ വലദു മഹ്സനത്തുൻ, അൽ വലദു മജ്ബനത്തുൻ, അൽ വലദു മജ്ഹലത്തുൻ, അൽ വലദു മബ്ഹലത്തുൻ. നമ്മുടെ മക്കൾ നമ്മുടെ ദുഃഖത്തിന് കാരണമായി മാറും. ഇവിടെ മാത്രമല്ല, ഇവിടത്തെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പല കാരണങ്ങളാൽ ബാപ്പയെ ധിക്കരിക്കുന്ന മക്കൾ. സൂറത്തുൽ അഹ്സാബിലെ 17-ാമത്തെ ആയത്തിനെ മുൻനിർത്തിയിട്ട് മാതാപിതാക്കൾ നെടുവീർപ്പെടുന്നതിനെ കുറിച്ചിട്ടും ബാപ്പയും എന്തൊരു ഇടങ്ങേറാണ് എന്ന് മക്കൾ ആത്മഗതം ചെയ്യുന്നതിനെ പറ്റിയിട്ടും കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിക്കുകയുണ്ടായി. മക്കൾ നമുക്ക് ഭാരമായി മാറുന്ന, അവരുടെ ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ
കാഴ്ചപ്പാടുകൾക്കും നിലപാടുകൾക്കും നമ്മുടെ ദീനീ ചുറ്റുപാടുകൾക്കും വിരുദ്ധമായി ഈ കാലഘട്ടത്തിലെ തിന്മകളെ ഏറ്റുവാങ്ങാനുള്ള മക്കളുടെ പുറപ്പാട് പലപ്പോഴും നമ്മളെ ദുഃഖിതരാക്കുന്നുണ്ട്. അൽ വലദു മഹ്സനത്തുൻ. നമ്മുടെ മക്കളെ 1-ാം ക്ലാസ്സിൽ ആദ്യ പാഠശാലയിൽ കൊണ്ടാക്കുമ്പോൾ നമ്മൾ കൂടെ പോയി മക്കളെയും കൂട്ടിയിട്ട് സ്കൂളിലേക്ക് പോയി. ടീച്ചറെ കണ്ടു, ദേ എന്റെ മോൻ, നിങ്ങൾ നോക്കണം. അന്നങ്ങനെയായിരുന്നു. പിന്നെ മക്കൾ സ്വതന്ത്രരായിരുന്നു. അവർ പഠിക്കുന്നു, കഴിയുന്നു, തിരിച്ചു വരുന്നു. ഇക്കഴിഞ്ഞ ഈ വർഷത്തെ SSLC പരീക്ഷ കഴിഞ്ഞ് എക്സാം കഴിഞ്ഞപ്പോ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് മാതാവ് സ്കൂളിലെത്തി. ടീച്ചറോട് പറഞ്ഞു, ഞാൻ എന്റെ മകനെ തിരിച്ചു എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. എന്റെ മകൻ ഏറ്റവും ഉന്നതമായ മാർക്ക് നേടിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുള്ളതോടൊപ്പം കാലഘട്ടത്തിലെ തിന്മകളെ അതിജയിക്കാൻ അവർ കൂട്ടുകൂടിയിട്ട് എവിടേക്കാണ് പോകുന്നത്? ലഹരി മാഫിയയുടെ കൂടെയാണോ, അതല്ലോ മറ്റെന്തെങ്കിലും അധാർമിക പ്രവർത്തനങ്ങൾക്കാണോ പോകുന്നത് എന്ന് ഉന്നത മാർക്ക് വാങ്ങി വിജയിക്കാൻ സാധ്യതയുള്ള ഒരു കുട്ടിയെ കുറിച്ച് ഒരു മാതാവ് ആശങ്കപ്പെട്ടുകൊണ്ട് എക്സാം കഴിഞ്ഞ പാടെ ആ കുട്ടിയെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. അൽ വലദു മഹ്സനത്തുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ മക്കൾ നമുക്ക് ദുഃഖമാണ്. ഇവിടെ മാത്രമല്ല, നാളെ പരലോകത്ത് ചെന്നിട്ടും ഫആതീഹിം അദാബൻ ലൈഫൻ മിനന്നാർ റബ്ബനാ ഹഉലാഇ അളല്ലൂന. നമ്മുടെ നിലപാടില്ലായ്മ മുഖേന ഭൗതികവും ആത്മികവും നമ്മുടെ ഭൗതികമായ വിദ്യാഭ്യാസങ്ങളെ കുറിച്ചിട്ടുള്ള നമ്മുടെ അമിതമായ പ്രതീക്ഷകളും നമ്മുടെ ആത്മീയമായ ഇസ്ലാമിക വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടുള്ള വികലമായ തെറ്റിദ്ധാരണകൾ കൊണ്ടും അല്ല, ഒരു പക്ഷേ വളരെ അന്ധമായ നിലപാടുകൾ കൊണ്ട് അത് വേണ്ട എന്ന് നമ്മൾ തോന്നൽ. നമ്മുടെ മക്കൾ ഭൗതികം പഠിക്കട്ടെ, ഇസ്ലാം ദീനി പിന്നെ പഠിക്കാം. ഭൗതിക വിജ്ഞാനം നേടുന്നിടത്ത് നമ്മുടെ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ തടസ്സമാകുമെന്ന നമ്മുടെ തെറ്റായ നിലപാടുകൾ നമ്മുടെ മക്കൾ ദുഃഖത്തിന് കാരണമായി. ഇവിടെ മാത്രമല്ല, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മക്കൾ പറയും, ഫആതീഹിം അദാബൻ റൈഫൻ മിനന്നാർ. ഈ മാതാപിതാക്കൾക്ക് കൊടുക്കണം ഇരട്ടി ശിക്ഷ. റബ്ബനാ ഹഉലാഇ അളല്ലൂന. ഞങ്ങൾ ഇങ്ങനെ വഴിതെറ്റിപ്പോകാൻ കാരണം ഈ മാതാപിതാക്കളാണ്. ശരിയല്ലേ? നമ്മൾ കാലഘട്ടത്തെ വെച്ചിട്ട് നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയേ. യഅതി സമാനുൻ അലാ ഉമ്മത്തി യകൂന ഫീഹി ഹല്ലാഖുർ റജ്. ഒരു കാലം വരാനുണ്ട് എന്റെ സമുദായത്തിന്, അത് നമ്മുടെ നാശത്തിന് കാരണമായിട്ട് മാറും. അലാ യദി സൗജിഹി വ വലദിഹി. നമ്മുടെ മക്കളും നമ്മുടെ കുടുംബിനികളും കാരണം. പലപ്പോഴും മക്കളുടെ താല്പര്യത്തിന് നമുക്ക് സമ്മർദ്ദം നൽകുന്ന നമ്മുടെ സഹധർമ്മിണിമാർ, ഈ കൂട്ടത്തിൽ അവരും പങ്കാളികളാണ്. ഒരു കൃത്യമായ ദീനീ നിലപാടിന്റെ ചുറ്റുവട്ടത്തിൽ മക്കളെ വളർത്തുന്നിടത്ത് മക്കൾക്ക് താല്പര്യമില്ലാതെ വരുമ്പോൾ അതിന് വേണ്ടുന്ന പിന്തുണ നൽകുന്നിടത്ത്, അല്ലെങ്കിൽ നിലപാടെടുക്കുന്നിടത്ത് നമുക്ക് രക്ഷകർത്താക്കൾക്ക് തടസ്സം സഹധർമ്മിണികളായി മാറുന്നുവെങ്കിൽ യഅതി സമാനുൻ അലാ കുല്ലി ഉമ്മത്തി യകൂനു ഫീ ഹല്ലാഖുർ റജുൽ. അങ്ങനെ ഒരു കാലം വരാനുണ്ട്, നമ്മുടെ നഷ്ടത്തിന് കാരണമായി മാറുന്ന ഒരു കാലം വരാനുണ്ട്. അൽ വലദു മജ്ബനത്തുൻ. നമ്മുടെ മക്കൾ നമുക്ക് ഭീരുത്വത്തിന് കാരണമായി മാറും. ആള് വളരെ തന്റേടിയാണ്, ആരുടെ മുമ്പിലും തോറ്റുകൊടുക്കില്ല, നെഞ്ചി വിരിച്ച നിപ്പുണ്ടല്ലോ. പക്ഷേ നമ്മൾ തോറ്റുപോയി. എവിടെ തോറ്റുപോയി? അൽ വലദു മജ്ബനത്തുൻ. നമ്മൾ ഭീരുക്കളായി മാറി, പതുങ്ങിപ്പോയി. മക്കളുടെ മുമ്പിൽ മക്കളുടെ തെറ്റായ നിലപാടുകളെ അംഗീകരിക്കുന്നിടത്തേക്ക് നമ്മുടെ രക്ഷകർത്താക്കൾ വളരെ ധൈര്യശാലികൾ, തന്റേടികൾ, നാട്ടിലെ പേടി സ്വപ്നം, നാട്ടിലെല്ലാവരും അംഗീകരിക്കുന്നവൻ. പക്ഷേ മക്കളുടെ മുമ്പിൽ നിശബ്ദരായി പോയി. അല്ലേ? അങ്ങനെ തന്നെയല്ലേ നമ്മുടെ അനുഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ പറയൂ, അൽ വലദു മജ്ഹലത്തുൻ. നമ്മുടെ മക്കള് കാരണം നമ്മൾ തന്നെ പൊട്ടന്മാരായി പോകാറുണ്ട്. പൊട്ടം കളിക്കേണ്ടി വരും.
വിഡ്ഢികൾ കളിക്കേണ്ടി വരും. എന്താപ്പത്? നിങ്ങൾ വലിയ ആളല്ലേ, നിങ്ങൾ വലിയ ഇസ്ലാമിക പ്രവർത്തകനല്ലേ, എന്തേ നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ പലരെയും ഉപദേശിച്ചിരുന്നല്ലോ, അങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ അല്ലേ? അൽ വലദു മജ്ഹലത്തുൻ, നമ്മുടെ മക്കള് കാരണം നമ്മൾ വിഡ്ഢിവേഷം കെട്ടേണ്ടി വരും. അൽ വലദു മബ്ഹലത്തുൻ, കുട്ടികൾ കാരണം നമ്മൾ പിശുക്കന്മാരായി മാറേണ്ടി വരും. കാരണം വേറെ ഒന്നിനും കാശില്ലാതെ വരും. കാശ് നമുക്ക് ഒന്നിനും ചെലവഴിക്കാൻ പറ്റില്ല. മക്കള് പറഞ്ഞു കൊടുത്ത് നമ്മൾ കാശില്ലാത്തവർ പോലും കടം വാങ്ങിയും ലോൺ എടുത്തും അവര് പറയുന്ന രീതിയിലേക്കുള്ള വിദ്യാഭ്യാസം നൽകേണ്ടി വരുമ്പോ മക്കള് ബോധ്യപ്പെടേണ്ടതല്ലേ വാപ്പയുടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ വരുമാന മാർഗങ്ങൾ, അവരുടെ സാമ്പത്തിക ചുറ്റുപാടുകൾ മനസ്സിലാക്കേണ്ടിയിടത്ത് മക്കൾക്കറിഞ്ഞുകൂടെ അടിപൊളി ലൈഫിലേക്ക് പോകുമ്പോ ബാപ്പമാർ അവിടെ പിശുക്കന്മാരായി മാറേണ്ടി വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മക്കൾ കാരണം മാതാപിതാക്കൾ സംഘർഷത്തിൽ, പിരിമുറുക്കത്തിൽ, അസ്വസ്ഥതയിലാകേണ്ടി വരുന്ന ഒരു അവസ്ഥ. പ്രവാചകൻ ആദ്യ പിതാവ് ആദം അലൈഹിസ്സലാം മുതൽ ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കെ തന്നെ ഇതിന്റെ ഒരു മറുവശം കൂടെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നില്ലേ? കാബയിൽ ആദമിനെതിരായിരുന്നുവെങ്കിൽ, ആദം അലൈഹിസ്സലാമിന്റെ ദീനീ നിലപാടുകൾക്കെതിരായിരുന്നുവെങ്കിൽ, ഇത് ഖറബ ഖുർബാനൻ ഫതുഖബ്ബില മിൻ അഹദിഹിമാ, ആദമിന്റെ അലൈഹിസ്സലാമയുടെ രണ്ടാമത്തെ പുത്രന്റെ ആ ഒരു മത്സരത്തിൽ വിജയിയായി അല്ലാഹുൽ തഖ്വയുള്ള ഒരു മകനായി അംഗീകരിച്ചുവെങ്കിൽ, അങ്ങനെയും മക്കൾ നമ്മുടെ കൂട്ടത്തിൽ വളർന്നു വരുന്നുണ്ട്. ബാപ്പയും മകൻ ഇബ്രാഹിം തമ്മിൽ സംഘട്ടനത്തിലും സംഘർഷത്തിലുമാകേണ്ടി വന്നുവെങ്കിൽ, ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെയും ആ ഒരു സഹകരണം എന്തിന്റെ അടിസ്ഥാനത്തിൽ? നീ മുസ്ലിമാവുക, അള്ളാഹുവിന് വഴിപ്പെടുക, ദീനീ ബോധത്തോടുകൂടി നിന്ന് വളരുക എന്ന അള്ളാഹുവിന്റെ കൽപ്പനക്കനുസൃതമായി ഒരു ബാപ്പയും മകനും സഹകരിച്ചുകൊണ്ട് വളർന്നു വന്നപ്പോ റബ്ബനാ തഖബ്ബൽ മിന്നാ, ലോകത്തിന്റെ തന്നെ ഒരു നാഗരികത, നമ്മളീ കാണുന്ന ഒരർത്ഥത്തിലെ ഇസ്ലാമിയത്ത്, ഈ ഒരു നാഗരികത വളർത്തിയെടുക്കുന്നതിൽ വിജയിക്കുകയായിരുന്നില്ലേ? ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരെയും എടുത്തു നോക്കിക്കുകയോ, യൂസഫ് നബി അലൈഹിസ്സലാമയും യഅഖൂബ് അലൈഹിസ്സലാമയും വകദാലിക യജ്തബീക റബ്ബുക്, അപ്രകാരം നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ്. ഇതിന് നമുക്ക് കഴിയണം. പരസ്പരം സംതൃപ്തി. വജഅൽഹു റബ്ബി റളിയ, മക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് സക്കരിയ നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന, ഈസാ നബി അലൈഹിസ്സലാമയുടെ മാതാവിന്റെ പ്രാർത്ഥന, വജഅൽഹു റബ്ബി റളിയ, ഇത് മർമ്മമാണ്. നമ്മുടെ മക്കൾ നമുക്ക് വേണം. എങ്ങനെ വേണം? അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ചു കൊണ്ട് വളർന്നു വരുന്ന മക്കൾ. ബാപ്പയും മക്കളും പരസ്പരം ആ ഒരു പങ്കാളിത്തം ഉറപ്പിക്കുവാൻ, ആ ഒരു സഹകരണം ഉറപ്പിക്കുവാൻ, ഒന്ന് സംഘട്ടനങ്ങളുടേതാണ് എങ്കിൽ മറ്റൊന്ന് സംഘർഷങ്ങളുടെയും സംഘട്ടനങ്ങളുടെയുമാണ്. ഒന്ന് ദൈവികമാണ്, മറ്റൊന്ന് പൈശാചികമാണ്. ഏറ്റവും അത്യുന്നതിയിലെത്തിയിട്ടും വലിയ വലിയ പ്രൊഫഷണൽ മേഖലകളിലേക്ക് ഡോക്ടറോ എഞ്ചിനീയറോ ആരുമാകട്ടെ, അതല്ലെങ്കിൽ മൗലവി തന്നെ ആയിക്കൊള്ളട്ടെ, മുസ്ലിയാക്കന്മാർ, ദീൻ പഠിച്ചവരടക്കം, അവർ തെറ്റായ മാർഗങ്ങളിലേക്ക് അവരുടെ വിദ്യാഭ്യാസത്തെ ദുർവിനിയോഗം ചെയ്യുന്നുവെങ്കിൽ അവരുടെ അടിസ്ഥാനം, അവർ നേടിയ വിജ്ഞാനങ്ങളുടെ അടിസ്ഥാനം എന്താണ്? പൈശാചികതയാണ്. ഏതൊരു സാധാരണക്കാരന്റെ പുത്രനും വലിയ അവകാശവാദങ്ങളൊന്നുമില്ല, പാരമ്പര്യങ്ങളൊന്നുമില്ല, ഗോത്രമഹിമയില്ല, സമ്പത്തില്ല, തറവാടില്ല, കുടുംബമില്ല, ഒന്നുമില്ലെങ്കിലും അവർ അത്യുന്നതിയിലെത്തിയപ്പോഴും അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെങ്കിൽ, അവരവരുടെ ജീവിതത്തിൽ ആ കൃത്യത നിലനിർത്തുന്നുവെങ്കിൽ, സത്യസന്ധത നിലനിർത്തുന്നുവെങ്കിൽ, അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് തഖ്വയാണ്.
എന്താണ് ഈ തഖ്വയുടെ അടിത്തറ എന്ന് പറയുന്നത്? ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളോട് തന്നെ പറയുന്നുണ്ടല്ലോ, ഇത് ഹജ്ജിന്റെ കാലമാണല്ലോ, അവരനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഇബ്രാഹിമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ ഇസ്തഫാ ലകുമുദ്ദീൻ. നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ദീനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നിങ്ങൾ വളർന്നു വരുവാനാണ്. എന്താ കാരണം? ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ ആരായിട്ട് മരിച്ചു പോയിക്കൊള്ളട്ടെ. ഡോക്ടറായിട്ടാണോ നിങ്ങൾക്ക് ജീവിക്കേണ്ടതും മരിക്കേണ്ടതും? നിങ്ങൾ ഡോക്ടറായിട്ട് തന്നെ മരിച്ചോ, എഞ്ചിനീയറായിട്ട് മരിച്ചോ, അധ്യാപകനായിട്ട് മരിച്ചോ, കളക്ടറായിട്ട് മരിച്ചോ, ഏത് ഔന്നിത്യത്തിന്റെ രാഷ്ട്രപതിയായിട്ട് മരിക്കണോ, നിങ്ങൾക്ക് ആരുമായി നിങ്ങൾ മരണപ്പെട്ടോളൂ. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പക്ഷേ നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരണപ്പെടുവാൻ പാടില്ല. വൽ ബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറു അമല. അതാണ് നിലനിൽക്കുകയുള്ളൂ, അനന്തരമായി ലോകം ഓർക്കുകയുള്ളൂ നന്മ. തിന്മ ചെയ്തവരെ ലോകം നിന്നും ശപിച്ചുകൊണ്ടിരിക്കുമല്ലേ? ആറ്റമിക് എനർജിയെ ദുരുപയോഗം ചെയ്തതിന്റെ കെടുതികൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ? അതുകൊണ്ട് നമ്മളുടെ വിജ്ഞാനങ്ങളുടെ റിസൾട്ട് ആ റാങ്ക് ലിസ്റ്റിൽ ഇങ്ങനെ പേര് വരുമ്പോ നമുക്ക് ലഭിക്കുന്ന ആ ഒരു വിന്നേഴ്സ് ട്രോഫി ഉണ്ടല്ലോ, ആ അവാർഡ്, ആ സർട്ടിഫിക്കറ്റ്, അത് വാല്യൂ ഉള്ളതായി മാറണം എന്നുണ്ട് എങ്കിൽ ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് നമ്മുടെ വിജ്ഞാനത്തെ, വിദ്യാഭ്യാസത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. ഇതല്ലെങ്കിൽ എന്ത് പറ്റും? ഇപ്പൊ നിങ്ങൾ നോക്കുക, വളരെ ഉയർന്ന നിലയിൽ ജോലി ചെയ്യുന്ന മുസ്ലിം ഉദ്യോഗസ്ഥൻ, അവന്റെ നിലപാടെന്താ? അവൻ ഒരു തികഞ്ഞ മതേതരനായിരിക്കും. അവന്റെ ആ ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ, ഞാൻ മുസ്ലിമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന യാതൊരു അടയാളങ്ങളും അവന്റെ അടുത്തുണ്ടാവില്ല. ഓഫീസിൽ ഇരിക്കുമ്പോ ചെന്നിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞാൽ കാണാം മൂപ്പരുടെ മുഖം വിവർണമാകും. എന്താ ഓഫീസിൽ വന്നിട്ടാ ഈ സാഹിബ് എന്നോട് സലാം പറയണത്? ഒരു മതേതരനായിട്ട് അഭിനയിക്കുകയാണ്. ഇസ്ലാമിനെ പോലും മുസ്ലിം ഐഡന്റിറ്റി മറച്ചു വെക്കുന്ന, ഒരുപക്ഷെ നാട്ടുകാർക്കൊക്കെ വലിയ ഉപകാരിയായിരിക്കും, എല്ലാവർക്കും ഉപകാരം. ഓഫീസിൽ ഇരുന്നിട്ട് ഒരു മുസ്ലിം എങ്ങാനും വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ എങ്ങനെ അവൻ ഒഴിവാക്കാൻ ശ്രമിക്കുമോ അങ്ങനെയായിരിക്കും ഒഴിവാക്കുക. എന്താ ഈ മതേതരത്വം എന്ന് പറയുന്നത്? തന്റെ ദീനിനെ ഒഴിവാക്കാനുള്ള ഐഡന്റിറ്റിയാണോ ഞാൻ മതേതരനാണ് എന്ന് പറയുന്നത്? അല്ല. എന്താ മതേതരത്വം? ഇന്ത്യ ഭരണഘടന അനുശാസിക്കുന്ന ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ്, ഞാൻ നിലകൊള്ളുന്ന എന്റെ മതത്തെ സമൂഹത്തിൽ ഐഡന്റിഫൈ ചെയ്യുവാനുള്ള അനുവാദമാണ് മതേതരത്വം. ഈ മതേതരത്വം എന്ന അനുവാദം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ മുസ്ലിമായി എനിക്ക് നിലകൊള്ളുവാൻ കഴിയില്ലായിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണല്ലോ, മതേതരത്വം. എല്ലാ മതക്കാർക്കും ഒരു ആരാധന, വിശ്വാസ സ്വാതന്ത്ര്യം ജീവിതത്തിൽ ഐഡന്റിഫൈ ചെയ്യാം, നിലനിർത്താം. ഇത്തരം അനുവാദമുള്ള നമ്മൾ പോലും നമ്മുടെ ഐഡന്റിറ്റി മാറ്റിമറിച്ചുകൊണ്ട് മതേതരത്വത്തിന്റെ കപടമുഖത്തിൽ നമ്മുടെ ഇസ്ലാമിയത്തിനെ ഒളിച്ചു കടത്തുന്നുവെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്ത് നേടി? ഒന്നും നേടിയിട്ടില്ല, വെറും ഭൗതികതയല്ലാതെ. ഞാനിവിടെ നിർത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ വിജ്ഞാനങ്ങളുടെ അടിസ്ഥാനം നീ വായിക്കണം, പഠിക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ. എന്തിനു നീ അങ്ങനെ ഇസ്ലാമിയത്ത് നേടണം? നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് നിന്റെ നാഥന്റെ മുമ്പിൽ തിരിച്ചു ചെന്ന് നിന്റെ കണക്ക് ബോധിപ്പിക്കണം. ഉത്തരവാദിത്ത ബന്ധിതമായൊരു ജീവിത പരീക്ഷണത്തിലാണ് നീയുള്ളത്. ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല. അത് എന്തുമായിക്കോട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, തൊഴിലായിക്കോട്ടെ, ഭക്ഷ കഴിക്കലായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ജീവിത പരീക്ഷണ മത്സരങ്ങളിൽ നീ അത്യുന്നതി നേടി നാളെ നിന്റെ റബ്ബിന്റെ അടുക്കൽ വരണം. അവിടെ നീ രഹസ്യമായി ചെയ്യുന്ന അഴിമതികൾ, അനാശാസ്യങ്ങൾ, മാർക്ക് തട്ടിപ്പുകൾ, ഉത്തരം ചോർത്തൽ ഒക്കെ നാളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിനം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ
മിൻ ഹർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. ഈ ഒരു അക്കൗണ്ടബിലിറ്റി അല്ലാഹ് എല്ലാം പുറത്തു കൊണ്ടുവരും. ആരെയും മറച്ചു വെച്ചുകൊണ്ട് പറ്റിച്ചുകൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി ലോകത്തെ നിനക്ക് നയിക്കാൻ കഴിയില്ല. അത് പുറത്തു വരുന്ന ഒരു നാള് നിനക്ക് വരാനുണ്ട്. അതുകൊണ്ട് നീ എന്ത് നേടുന്നുവോ പരലോകമായ ബന്ധിതമായ പ്രതിഫലത്തെ ആശ്രയിച്ചുകൊണ്ട് വേണം. അതുകൊണ്ട് നീ ഇവിടെ നന്ദിയുള്ളവനായി മാറണം. അടുത്തത്, കാരണം ഈ വിജ്ഞാനവും ഈ വിദ്യാഭ്യാസവും ഇത് എല്ലാം തന്നെ അള്ളാഹു നിനക്ക് നൽകിയ നന്ദിയാണ്. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ ഉപദേശിച്ചതാണ്. ഈ ഒരു ഉപദേശം നമ്മുടെ മക്കൾക്ക് കൊടുത്താൽ, മോനെ നീ എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പഠിച്ചോ, പക്ഷെ മർമ്മം നഷ്ടപ്പെടുത്തരുത്. നീ ചെയ്യുന്ന രഹസ്യവും നീ ചെയ്യുന്ന എല്ലാം ലോകത്ത് എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അത് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന അക്കൗണ്ടബിലിറ്റിയിൽ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള തഖ്വയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നൽകൂ. അവർ വളരും, അവർ വലുതാകും, അവരുടെ ധർമ്മം നിർവഹിക്കും. അപ്പോൾ ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാവുകയില്ല. അവർ അഴിമതി കാണിക്കുകയില്ല, അവർ കക്കുകയില്ല, ഖജനാവുകൾ കാലിയാക്കുകയില്ല. അവരുടെ രാഷ്ട്രീയം ജനക്ഷേമത്തിനായിരിക്കും. അവരുടെ അധ്യാപനം മക്കൾക്ക്, തലമുറകൾക്ക് അറിവ് പകർന്നു കൊടുക്കുവാനായിരിക്കും. കാമക്കണ്ണുകൊണ്ട് കുട്ടികളെ കാണുന്ന അധ്യാപകരുടെ കാലഘട്ടത്തിൽ അല്ല, കുട്ടികൾ പോലും അങ്ങനെ തന്നെ വളർന്നു വരുന്നുവെങ്കിൽ, പണ്ടാരോ കുട്ടി പറഞ്ഞില്ലേ, കുട്ടി ഇരുന്നിട്ട് ഇങ്ങനെ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെറിയ കുട്ടി. ടീച്ചർ കടന്നു വന്നു, നീ എന്താണ് ഈ കാണിക്കുന്നത്? കുട്ടി പറഞ്ഞു, ടീച്ചർ, ഇപ്പോ നമ്മളെ രണ്ടുപേരെയും കണ്ടാൽ മറ്റുള്ളവർ വേറെ പലതും തെറ്റിദ്ധരിക്കും. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾ എന്ത് നേടിയാലും ഈ ഒരു അടിത്തറയിൽ നിന്ന് പരലോക ബന്ധിതമായ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ദീനീ വിദ്യാഭ്യാസം നൽകാൻ നമ്മൾ വിമുഖത കാട്ടിയാൽ കാലഘട്ടത്തിന്റെ ദുരന്തമായി നമ്മൾ വളർത്തി വലുതാക്കിയ വിദ്യാഭ്യാസം നൽകിയ മക്കൾ അവർ നമുക്ക് നേരെ ആയുധമേന്തിക്കൊണ്ട് നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ, ലോകത്തെ നശിപ്പിക്കാൻ വളർന്നു വരും. ഇതൊരു കാലഘട്ടത്തിന്റെ മുന്നറിയിപ്പാണ്. ഈ ഒരു കരുതിവെപ്പാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനനുസൃതമായ ദീനീ വിജ്ഞാനങ്ങൾ കൂടി നൽകുവാൻ നമ്മൾ എന്ത് പഠനങ്ങൾ വേണമെങ്കിലും നടത്തിക്കൂ. ഏത് പഠനത്തോടൊപ്പവും ദീനീ വിജ്ഞാനം കൂടി നൽകാനുള്ള സംവിധാനങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്നിവിടെ നിലവിലുണ്ട്. ആ ഒരു അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ നമ്മുടെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നു, നമ്മുടെ